സ്വാതന്ത്ര്യ സമര സേനാനി കെ.ഇ. മാമൻ അന്തരിച്ചിരിക്കുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി നെയ്യാറ്റിൻകരയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ആശുപത്രിയിൽ വെച്ചു തന്നെയായിരുന്നു അന്ത്യം. ഷീജ ചേരുകയാണ് വിവരങ്ങളുമായി. ഷീജ, രാഷ്ട്രീയ കേരളം അദ്ദേഹത്തെ എങ്ങനെ ഓർക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഗ്രീഷ്മ, ഏതായാലും പ്രമുഖ ഗാന്ധിയനും അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന കെ.ഇ. മാമനാണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകിച്ചും കഴിഞ്ഞ 3 വർഷമായി അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെയുള്ള കുന്നുകുഴിയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സഹോദര പുത്രനൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. 2013 അദ്ദേഹത്തിന് പക്ഷാഘാതം ഉണ്ടാവുകയും തുടർന്നാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ ഇപ്പോൾ സുഗതകുമാരി ടീച്ചർ കൂടി ചേരുകയാണ്. ടീച്ചർ, പ്രായം തളർത്താത്ത ഒരു പോരാളിയാണ് ഇപ്പോൾ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? ഇന്ത്യയിലെ അവശേഷിക്കുന്ന ഗാന്ധിയന്മാരിൽ ഒരാൾ, വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഗാന്ധി നാമം ജപിച്ചുകൊണ്ട്, ഗാന്ധിജിയെ ഈശ്വരതുല്യം ആരാധിച്ചുകൊണ്ട്, ആ വഴിയിൽ അദ്ദേഹം വെട്ടിത്തെളിച്ച വഴിയിൽ തന്നെ ജീവിച്ചുകൊണ്ട് ത്യാഗപൂർണനായി ആ ഒരു വലിയ മനുഷ്യൻ തന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി. എന്നും എന്റെ നാട്, എന്റെ ധർമ്മം, എന്റെ രാജ്യത്തിന്റെ ദുഃഖങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പുലമ്പിക്കൊണ്ട് നടക്കുമായിരുന്നു. അത്രയ്ക്ക് ദുഃഖിതനായിരുന്നു അദ്ദേഹം. എന്നാലും ആവേശഭരിതനായിരുന്നു. ഈ നാട് നന്നായി കാണണമെന്ന് വലിയ സ്വപ്നങ്ങളായിരുന്നു. മദ്യവിമുക്തമാകണമെന്നുള്ള വലിയ സ്വപ്നമായിരുന്നു. എനിക്ക് ചിലപ്പോ തോന്നുന്നു നന്നായി അവരൊക്കെ ഇതൊക്കെ കാണാതിരിക്കട്ടെ. ഈ കുട്ടികൾ വരെ മദ്യപിച്ച് അങ്ങനെ രസിച്ച് നടക്കുന്ന കാഴ്ച കാണാതെ അവരൊക്കെ പൊയ്ക്കോട്ടെ. അതിനെല്ലാം അനുഗ്രഹിക്കാനാണല്ലോ ഭരണാധികാരികൾക്ക് ഇപ്പൊ സമ്മതം. ഇതൊക്കെ കാണാതെ അദ്ദേഹം പോയത് വളരെ നന്നായി. വാർദ്ധക്യം കൊണ്ടാണെങ്കിലും ആ ഒരു തലമുറയ്ക്ക് ഇതൊന്നും സഹിക്കാനാവില്ല. പിന്നെ മറ്റൊന്ന്, ഈ നെഞ്ചത്ത് ഗാന്ധി ചിത്രവും അമർത്തി പിടിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിൽ ഓരോ സമരത്തിനും ധർമ്മസമരങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി അദ്ദേഹം വിശ്വസിക്കുന്ന ഓരോ കോസിനു വേണ്ടിയും അദ്ദേഹം അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമായിരുന്നു. വെയിലും കൊണ്ട് ഇങ്ങനെ നിൽക്കും. ആ നിൽപ്പ്, ആ ഒരു ആവേശോജ്വലമായ ആ മനസ്സ്, ആ ത്യാഗം, ആ സ്നേഹപൂർണത അദ്ദേഹത്തിന്റെ ഓർക്കുമ്പോ തന്നെ എനിക്ക് ഒരുപാട് വാത്സല്യം അദ്ദേഹം തന്നിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുകയാണ്. എന്റെ അച്ഛനോടുള്ള ഒരു ഭക്തി അച്ഛനെ വലിയ കാര്യമായിരുന്നു. ബോധേശ്വരനാണ് എന്നെ ഈ രംഗത്തേക്ക് ഇറക്കിയത്. എന്നെ കോൺഗ്രസ്സുകാരനാക്കിയത് ബോധേശ്വരനാണ് എന്ന് പറയുമായിരുന്നു. അവരൊക്കെ പഴയ കോൺഗ്രസ്സുകാരായിരുന്നു. ഒരുപാട് ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ത്യാഗം എന്നൊരു വാക്ക് മാത്രം അറിയാവുന്ന കോൺഗ്രസ്സുകാർ. അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ മുമ്പിൽ ഇവരൊക്കെ എന്താണ് ഒരു പരിഹാസ്യ ചിത്രങ്ങളായിരിക്കും. എങ്കിലും ഞങ്ങൾ പഴയ തലമുറയിൽപ്പെട്ട ഇവരെയൊക്കെ ബഹുമാനിക്കുന്നു, ആരാധിക്കുന്നു. അവരുടെ കടപ്പാട് ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞുണ്ട്. സാറിനെ സ്നേഹത്തോടെ ആദരവോടെ നമസ്കരിക്കുന്നു. ഒന്നുകൂടെ ഇപ്പൊ പറയാനുണ്ട്, ഫൈസൽ ഖാനോടുള്ള കടപ്പാട്. നിംസ് ആശുപത്രിയിൽ എത്രയോ നാളായി അദ്ദേഹത്തെ കിടത്തി ശുശ്രൂഷിക്കുകയാണ്. ഒരു മകന്റെ കടപ്പാടാണ് അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നത്. ഒരു മകന്റെ കടമയാണ് നിറവേറ്റിയത്. മക്കളില്ലാത്ത അദ്ദേഹത്തിന് ബന്ധുക്കളും അനന്തരവരും എല്ലാവരും ഉണ്ടെങ്കിലും സ്വന്തം പുത്രനെ പോലെ അദ്ദേഹത്തെ കിടത്തി ചികിത്സിച്ച് ശുശ്രൂഷിച്ച് സമാധാനമായ ഒരു അന്ത്യം നൽകാൻ ഫൈസൽ ഖാൻ കഴിഞ്ഞു. ഫൈസൽ ഖാന് ദൈവാനുഗ്രഹം ഉണ്ടാകും. അതെന്റെ പ്രാർത്ഥന. വളരെ നന്ദി ശ്രീമതി സുഗതകുമാരി ടീച്ചർ പ്രതികരിച്ചതിന്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന കെ.ഇ. മാമൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം.